ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മുട്ട, സവാള കൊച്ചായിട്ട് കൊത്തിയരിഞ്ഞത്, പിന്നെ കടുക് വറുക്കാനുള്ള ഉള്ളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ ഇവിടെ എടുത്തിരിക്കുക ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ 10 ചക്കക്കുരു വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് മഞ്ഞപ്പൊടിയും ജീരകവും അരമുറി തേങ്ങയിൽ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്കിനി ഒരു തോരനാക്കാം. ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇനി ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇത് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരുമ്പോൾ ഉള്ളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, നമുക്ക് ഈ സവാള വാരിയിട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഇനി ഇത് മൂത്ത് വന്ന മിക്സിലേക്ക് നമുക്ക് ഇതിൽ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ട് ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തോരൻ ഇട്ട് കൊടുക്കാം. തോരൻ്റെ അരപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, തോരനല്ല. തോരൻ്റെ അരപ്പിട്ട് കൊടുക്കുക. അരപ്പിട്ട് ഈ അരപ്പ് നല്ലപോലെ മൂത്ത് വരണം. ഇതൊക്കെ വേവാത്ത സാധനങ്ങളാണ്, അപ്പോൾ നല്ലപോലെ വെന്ത് വരണം. നല്ലപോലെ മൂത്ത അരപ്പിലേക്ക് നമ്മൾ ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട കുറേശ്ശെ ആയിട്ട് പല പ്രാവശ്യമായിട്ട് ഒഴിച്ച് ഇതിലേക്ക് മിക്സാക്കി എടുക്കണം. നമ്മൾ തീ അപ്പോഴും ഈ സമയം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതുവരെ ഉപ്പിട്ടില്ല, നിങ്ങളാരും പറഞ്ഞതുമില്ല. ഞാൻ ഇപ്പോഴും വരെ ഞാൻ മറന്നുപോയി. ഇനി വേണം ഇടാൻ. അപ്പോൾ ഈ മുട്ടയൊക്കെ നമ്മളിട്ട് ശരിയായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ടോളാം. നിങ്ങളെ കാണിച്ചിട്ട് തന്നെ ഇടും. അപ്പോഴത്തേക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കൊക്കെ ഇട്ട് ബാക്കി മുട്ടയും കൂടെ ഒഴിച്ച് മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി മുട്ട ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയായി മുട്ടയൊഴിച്ച് ഇതിലെല്ലാം ഇട്ട് ഇനി അവസാനമായിട്ട് ഇടുന്ന സാധനമാണ് നമ്മളെ ഈ ചക്കക്കുരു. 10 ചക്കക്കുരുവാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തത്. ഞാൻ ഒരു മുട്ട എടുത്തോളൂ. ഒരു മുട്ട 2 മുട്ട എടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇവിടെ ഒരു മുട്ട എടുത്തോളൂ. ഇങ്ങനെ ഇതെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ചക്കക്കുരു വെന്തതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവസാനമായിട്ട് ഇതിൻ്റെ കൂടെ മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും തേങ്ങയാണെന്ന്. തേങ്ങയല്ല, ചക്കക്കുരുവാണ്. പിന്നെ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ആളൊരു പാവമാണ്. എല്ലാവരുടെ കൂടെയും ചേർന്നുള്ളൂ. പച്ചക്കായും പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും ഇന്ന് വേണ്ട ഏത് സാധനത്തിൻ്റെ കൂടെ എന്നാൽ ഒറ്റയ്ക്ക് നിന്നാലാ ഒന്നിനും കൊള്ളില്ല എന്ന് നമുക്ക് തോന്നും. നമ്മൾ വകയാക്കി എടുത്താൽ നമുക്ക് ആക്കും അത്ര പിടിക്കത്തില്ല. വകയാക്കിയൊക്കെ എടുക്കുക ആരും അത്ര മെനക്കെടില്ല. അതേസമയം വേറെ ഒരാൾ ഒരു കൂട്ട് കൊടുത്താൽ അവനങ്ങ് ജയിച്ചു നിന്നോളൂ. എല്ലാവരെക്കാട്ടി മുമ്പേ നിന്നോളൂ. തീ ഇപ്പോഴും വരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പിടയാണ്. 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം എത്ര ഉപ്പ് ഇതിന് വേണ്ടി വരുമെന്നുള്ളത്. അതനുസരിച്ച് ഞങ്ങളങ്ങ് ഇട്ടാൽ മതി. ഞാനിതിപ്പോൾ 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉപ്പ് അങ്ങുഞ്ഞായി പോകുമെന്ന് തന്നെ കണ്ടാലറിയാം. ഇപ്പോൾ ഇത് സാധനം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാമല്ലോ. ചോറിനകത്തൊക്കെ ഇത് കോരി വെച്ച് ഈ സ്കൂളിൽ പോണവർക്കും ജോലിക്ക് പോണവർക്കും ഒക്കെ ഇതൊരു തോരനുണ്ടാക്കി. ഒരു മുട്ട കൊണ്ട് ഇതിനകത്ത് പിന്നെ ഇച്ചിരി തേങ്ങ, പിന്നെ ഇച്ചിരി സവാള, പിന്നെ ആ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ. ഇത്രയും സാധനങ്ങൾ ഇഷ്ടം പോലെ കോരി വയ്ക്കാം. ഇത് ഞാനിപ്പോൾ ആ തവിയുടെ അടുത്തുനിന്ന് എടുത്ത് ഉപ്പുമൊക്കെയാണ്.
കുഴപ്പമില്ല. ഇച്ചിരി കൂടിയെന്ന് തോന്നുന്നു. ഇനി വേറൊരു സ്ഥലത്തു നിന്ന് എടുത്ത് തിന്ന് നോക്കാം. കുഴപ്പമില്ല. ഇച്ചിരി കൂടെ മിക്സായി വരുമ്പോഴത്തേക്ക് മൂത്ത് വരുമ്പോഴത്തേക്ക് ശരിയായിക്കോളൂ. അപ്പോൾ നമ്മളവിടെ തോരൻ, ചക്കക്കുരു മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കാശൊന്നും ചിലവാക്കേണ്ട, അത് ടേസ്റ്റായൊരു സാധനമാണ്. താങ്ക് യു.